ഉത്സവങ്ങളിൽ ഈ ആന ഇടയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ മരണപ്പെടുന്നതും അല്ലെങ്കിൽ അക്രമങ്ങൾ ഉണ്ടാവുന്നതുമൊക്കെ വളരെയധികം ചർച്ചയാവുന്നുണ്ട്. അതായത് ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളിപ്പ് അവസാനിപ്പിക്കണം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ദാ കുറച്ച് മുമ്പ് നമ്മളൊരു വാർത്ത കേൾക്കുക കൂടി ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ആന ഇടഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇവിടെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി നമ്മൾ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ കാണേണ്ടതുണ്ട്. ആനകളെ ഉത്സവങ്ങളിൽ പങ്കെടുപ്പിക്കണമോ എന്ന ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് മനുഷ്യരൊത്തുകൂടുന്ന സ്ഥലങ്ങളിൽ അപകടങ്ങൾ സ്വാഭാവികമായി സംഭവിക്കാറുണ്ട്. പലതും വിശ്വാസത്തിന്റെ പേരിലാണ്. ഇപ്പൊ കുംഭമേള നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിക്കിലും തിരക്കിലും പെട്ട് 30-ലധികം പേരെങ്കിലും അവിടെ മരണപ്പെട്ടിട്ടുണ്ട്. അത് ഈ കുംഭമേളയിൽ മാത്രമല്ല, എല്ലാ കുംഭമേളയിലും ആളുകളുടെ എണ്ണം കൂടുമ്പോൾ തിക്കിലും തിരക്കിലും പെട്ടിട്ട് അവിടെ ആൾക്കാർ മരിക്കാറുണ്ട്. എന്ന് പറഞ്ഞ് കുംഭമേള നിർത്തണം എന്നാരും പറയാറില്ല. അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതാണോ അതിനുള്ള ഉചിതമായിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത്? കുംഭമേളയിൽ ആളുകൾ വരുന്നത് എന്തിനാണ്? വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ്. കുംഭമേളയുടെ കാര്യം പോട്ടെ, സമാനമായ രീതിയിൽ വേറെയും ചില ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഹജ്ജ് ലോകത്ത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഹജ്ജ് എന്ന് പറയുന്നത്, ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. ഓരോ ഹജ്ജ് സമയങ്ങളിലും സീസണുകളിലും മരണപ്പെടുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ വലുതാണ്. 2024 മാത്രം 1300-ലധികം ആളുകൾ ഹജ്ജ് തീർത്ഥാടകർക്കിടയിൽ എത്തിയവർ മരണപ്പെട്ടിട്ടുണ്ട്. അത് തിക്കിലും തിരക്കിലും പെട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടാകാം. ഹജ്ജ് തീർത്ഥാടനത്തിനെത്തിയ 1300-ലധികം പേര് മരണപ്പെട്ടു എന്നത് നമ്മുടെ മുമ്പിലുള്ള ഒരു ഫാക്റ്റാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പേരിലാണ് ആൾക്കാർ ഹജ്ജിന് പോകുന്നത്, വിശ്വാസത്തിന്റെ പേരിലാണ് ആൾക്കാർ കുംഭമേളയിൽ പോകുന്നത്, വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ആളുകൾ ക്രിസ്മസിന് ഒത്തുകൂടുന്നത്. ഈ തിക്കിലും തിരക്കിലും പെട്ട് മരിക്കുന്ന ആളുകൾക്ക് കയ്യും കണക്കുമില്ല. അത് സൗത്ത് കൊറിയയിൽ നിരന്തര സംഭവമാണ്, ജപ്പാനിൽ നടക്കുന്നുണ്ട്, US നടക്കുന്നുണ്ട്, യൂറോപ്പിൽ നടക്കുന്നുണ്ട്, ലോകത്തെല്ലായിടത്തും ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആന ഇടയുന്ന സമയത്ത് മാത്രം, ഉത്സവങ്ങളിൽ ആന ഇടയുമ്പോൾ മാത്രം ഉടനെ തന്നെ ഇത് നിരോധിക്കണം എന്ന് പറയുന്നത് ഒരു ശാശ്വതമായ ഒരു മാർഗമല്ല. അതിന്റെ കാരണം ഇപ്പോൾ വാഹനങ്ങളിൽ എത്രയോ ആളുകൾ ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം എത്ര ആക്സിഡന്റ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുന്നു, ഇന്ത്യയിൽ ഉണ്ടാവുന്നു? പ്രതിദിനം എത്ര മനുഷ്യരാണ് റോഡുകളിൽ മരണപ്പെടുന്നത് അപകടങ്ങളിൽപ്പെട്ട്? എന്ന് പറഞ്ഞ് ആരെങ്കിലും കാർ ഓടിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ടോ? വാഹനങ്ങൾ എന്ന് പറയുന്നത് അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നുകൂടിയാണല്ലോ. റോഡിലൂടെ പോകുന്ന ആളുകളുടെ മേലെ പാഞ്ഞു കയറിയിട്ട് എത്രയോ ആളുകൾ മരണപ്പെടുന്നുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാർക്ക് മേലില്, വിശ്രമിക്കുന്ന ആൾക്കാർക്ക് മേലില് വാഹനങ്ങൾ ഇടിച്ചു കയറിയ ആളുകൾ മരിക്കുന്നുണ്ട്. അപ്പോൾ വാഹനങ്ങൾ അങ്ങനെയാണെങ്കിൽ നിരോധിക്കണമെന്ന് എന്തേ പറയാത്തത്? വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ട ആൾക്കാർ മരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വിമാനം നിരോധിക്കണമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ആളുകൾ വിമാനത്തിൽ കയറാതിരിക്കുന്നുണ്ടോ? ട്രെയിനുകൾ അപകടത്തിൽപ്പെട്ട ആളുകൾ മരിക്കുന്നുണ്ട്, ആളുകൾ കയറാതിരിക്കുന്നുണ്ടോ ട്രെയിനുകളിൽ? അല്ലെങ്കിൽ കാറുകളിലും ബസ്സിലും ആളുകൾ പോകാതിരിക്കുന്നുണ്ടോ അപകടത്തിൽപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട്? അപ്പം ഒരു കാര്യവും നിരോധനം എന്ന് പറയുന്നത് ശാശ്വതമായിട്ടുള്ള ഒന്നല്ല. ആനകളെ ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കുന്ന സമയത്ത് നിരോധിക്കുക എന്ന് പറയുന്നതിന് ഉപരിയായിട്ട് നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ ഉത്സവങ്ങളും ആനയും എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആന എഴുന്നള്ളിപ്പും അല്ലെങ്കിൽ ഈ പറയുന്ന തൃശ്ശൂർ പൂരവും എന്നൊക്കെ പറയുന്നത് ലോക ശ്രദ്ധ നേടിയിട്ടുള്ള ആഘോഷങ്ങളാണ്. ഇവയെ നിരോധിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാത്തരം ആഘോഷങ്ങളെ നിരോധിക്കേണ്ടി വരും. എല്ലാ ആഘോഷങ്ങളിലും അപകടങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഗവൺമെന്റ് കൃത്യമായിട്ടും ചില നിയമങ്ങൾ ഇക്കാര്യത്തിൽ കൊണ്ടുവരണം. കുറെ കൂടി സുരക്ഷ ഉറപ്പുവരുത്തണം. ആന എഴുന്നള്ളത്ത് പോലെയുള്ള കാര്യങ്ങൾ ഉത്സവങ്ങളിൽ വേണമെന്നുണ്ടെങ്കിൽ, അമ്പലങ്ങളിൽ വേണമെന്നുണ്ടെങ്കിൽ മികച്ച സുരക്ഷ ഉറപ്പുവരുത്തുക, തിക്കും തിരക്കും നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക, ഈ ഉത്സവ സമയത്ത് ഒരു മിനിമം അകലം പാലിക്കാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ കൊണ്ടുവരിക, ഈ ആനയെ കൊണ്ടുവരുന്ന സ്ഥലത്ത് വേണ്ടത്ര സുരക്ഷ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക, ആനകളെ സംരക്ഷിക്കുന്നത് മതിയായ രീതിയിലാണെന്ന് ഉറപ്പുവരുത്തുക, എഴുന്നള്ളത്തിന് കൊണ്ടുവരുന്ന ആനകളുടെ ആരോഗ്യത്തെക്കുറിച്ച് കൃത്യമായിട്ടും നേരത്തെ തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തുക, ഏതെങ്കിലും തരത്തിലുള്ള മതപ്പാട് അത് കാണിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഈ കാര്യങ്ങളിൽ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ഉണ്ടാകരുത്. കർശനമായിട്ട് നടപ്പിലാക്കേണ്ടതുണ്ട്. ആ സിസ്റ്റമാണ് ഇവിടെ വേണ്ടത്. ഒന്ന് നിരോധിക്കുക എന്ന് പറയുന്നതിനപ്പുറം ഇവിടെ ഉള്ള നിയമങ്ങൾ കർക്കശപരമായി നടപ്പിലാക്കുകയും അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റവും ഇവിടെ വേണം. എഴുന്നള്ളത്തിന് ആനയെ കൊണ്ടുവരുമ്പോൾ ആനയുടെ ആരോഗ്യം വളരെ പ്രധാനമാണ്. ആനകൾക്ക് സമയത്തിന് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ, അതിന് മതപ്പാടുണ്ടോ, അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ്, ഇതെല്ലാം പരിശോധിച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതിനെ നടപ്പിലാക്കുക, ഇത്തരം കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിശ്വാസത്തിന്റെ പേരിൽ ആനകളോട് ക്രൂരത ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ മരണപ്പെടുന്നത് മനുഷ്യരാണ് കൂടുതലും. ഈ എഴുന്നള്ളത്തിന് പങ്കെടുത്ത് ആന തലയിറങ്ങി വീണ് ചത്തുപോയ സംഭവമൊന്നുമില്ല.
അതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അടുത്തൊരു 10-15 കൊല്ലത്തിന്റെ ഇടയിൽ ഉത്സവത്തിന് എഴുന്നള്ളത്തിന് വന്ന് ആന തലകറങ്ങി വീണ് ചത്തുപോയി എന്ന് ആരും കേട്ടിട്ടില്ല. ആന ഇടഞ്ഞ് മനുഷ്യർക്ക് ജീവഹാനി ഉണ്ടായതായിട്ടേ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് ആനകളെ പീഡിപ്പിക്കുന്നേ എന്ന് പറഞ്ഞ് ആരും വരേണ്ടതില്ല. കുറഞ്ഞ പക്ഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബീഫും മട്ടനും പോത്തും പിന്നെ കോഴിയും ഒക്കെ തിന്നുന്നവരാണ് നമ്മൾ മനുഷ്യർ. അപ്പോൾ അവരെന്തായാലും ആനകളോട് പ്രത്യേക സ്നേഹം കാണിക്കുന്നത് അത് എന്ത് തരം സ്നേഹമാണെന്ന് മനസ്സിലാവുന്നില്ല. പോത്തിനെ വെട്ടി തിന്നുമ്പോഴും അല്ലെങ്കിൽ കാളയെ വെട്ടി കഷ്ണം കഷ്ണമാക്കി രുചിയോടെ കറി വെച്ച് തിന്നുമ്പോഴും ഒന്നും തോന്നാത്ത പ്രത്യേകമായ സ്നേഹം നിങ്ങൾക്ക് ആനയോട് തോന്നേണ്ട കാര്യമില്ല. എഴുന്നള്ളത്തിന് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആനയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കാനും പോകുന്നില്ല. അതിനെ നല്ല രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഒരു ജീവിയെ നമ്മൾ പരിപാലിക്കുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഗുണവും വേണമല്ലോ. ഇപ്പോൾ വളർത്തു നായകൾ എന്തിനാണ്? നമുക്കൊരു പ്രൊട്ടക്ഷൻ, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പലരും വളർത്തു നായകൾ വളർത്തുന്നത്. ചിലർ പാഷനായിട്ട് വളർത്തും. പൂച്ചകളെയും കിളികളെയും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് വളർത്തും. അല്ലെങ്കിൽ അതിനെ ബിസിനസ്സായിട്ട് കാണുന്നവരുണ്ട്. ആനകളെ എന്തായാലും വെറുതെ ആരും തീറ്റിപ്പോറ്റില്ല. അവരെ ഉത്സവത്തിന് എഴുന്നള്ളിക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് ആനകളെയൊക്കെ നോക്കുന്നത്. അപ്പൊ അതിനെ നന്നായി പരിപാലിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിപ്പോ കുറച്ച് സമയം നിന്നൊന്നും പറഞ്ഞിട്ട് ആനയുടെ കാലൊടിഞ്ഞ് താഴെ വീണൊന്നും പോകാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെയുള്ള വിഡ്ഢിത്തങ്ങൾ പറയുന്നവർ ആന കാട്ടിൽ എങ്ങനെയാണ് ജീവിക്കുന്നത്? വെയിലും മഴയും ഒക്കെ കൊണ്ട് തന്നെയാണ് അത് ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും ഇവിടെ പറയുന്നതിനകത്തും കപട പരിസ്ഥിതിവാദം, കപട മൃഗസ്നേഹം, ഇതിനകത്തൊന്നും ഒരു പ്രസക്തിയുമില്ല. ആനയെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുകയാണ്, ദ്രോഹിക്കുകയാണെങ്കിൽ ശരിയാണ്. അല്ലാത്ത പക്ഷം എഴുന്നള്ളത്തിന് കൊണ്ടുവരുമ്പോൾ മാത്രം ഉണ്ടാവുന്ന പ്രത്യേകതരം മൃഗസ്നേഹം, ആനയ്ക്ക് എന്തോ പീഡനം കൊടുക്കുന്നു എന്ന് പറഞ്ഞ തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനവുമില്ല. പകരം ഇവിടെ വേണ്ടത് മികച്ച രീതിയിലുള്ള സിസ്റ്റംസ് ആണ് വേണ്ടത്. നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് തമിഴ്നാട്ടിൽ ഒരു ടൂറിസ്റ്റ് പോകുന്ന വഴിയിൽ ഒരു കാട്ടാന അദ്ദേഹത്തെ കുത്തിക്കൊല്ലുന്നത്. അപ്പോൾ കാട്ടിൽ നിന്ന് ആനകൾ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യരെ കൊല്ലുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ വേണ്ടതെന്ന് പറയുന്നത് ഉത്സവങ്ങളുടെ സമയത്ത് ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുള്ള കർക്കശപരമായിട്ടുള്ള മേൽനോട്ടവും സംവിധാനങ്ങളുമാണ്. നിരോധനമല്ല. കാരണം ആന എഴുന്നള്ളിപ്പം ഒക്കെ എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഉള്ളത് കേരളത്തിലാണ് പ്രധാനമായിട്ടും. നമ്മുടെ ഒരു അഭിമാനമാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. കഥകളി പോലെ നെറ്റിപ്പട്ടം ഇട്ട ആനകൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. ഇത് കാണാനായിട്ട് വിദേശികൾ ഇവിടേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇതിനെ നിരോധിക്കണമെന്ന് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം വിഡ്ഢിത്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് പകരം ഇതിന് കുറെ കൂടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നിയമം മൂലമുള്ള നിയന്ത്രണങ്ങളാണ് ആവശ്യം. എത്ര ആന വരെ ആകാം, അല്ലെങ്കിൽ ഈ ആനകളെ എഴുന്നള്ളിക്കാനുള്ള സ്ഥലം ആ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ആ ഉത്സവം നടക്കുന്ന സ്ഥലത്തുണ്ടോ? അതില്ല എങ്കിൽ അത് ഉള്ള സ്ഥലത്തേക്ക് അത് മാറ്റുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആവശ്യം. അഥവാ ഇനി ഒരു ആന പെട്ടെന്ന് ഇടയുകയാണെങ്കിൽ ജനങ്ങൾക്ക് ആപത്തുണ്ടാവാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ, മിനിമം ഡിസ്റ്റൻസ് പോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അവിടെ ഉണ്ടാവണം. ഇത് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാൻ പറ്റാത്ത സ്ഥലത്ത് ആനകളെ കൊണ്ട് നിർത്തുന്നു. പെട്ടെന്ന് ആന ഇടയുകയാണെങ്കിൽ മനുഷ്യർക്ക് ഓടാനോ തിരിയാനോ നിൽക്കാനോ പറ്റില്ല. അപ്പോഴാണ് ഇത് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നത്. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ആന എഴുന്നള്ളത്ത് നടത്താൻ കഴിയാത്ത മേഖലകളിൽ അത് നടത്താതിരിക്കുക എന്ന് പറഞ്ഞ് അതിന് നിരോധനം ഒരു പരിഹാരമാവില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ കുംഭമേള നിരോധിക്കേണ്ടി വരും, ഹജ്ജ് നിരോധിക്കേണ്ടി വരും. ഇവിടെയൊക്കെ പോകുന്ന ആളുകൾ അപകടത്തിൽപ്പെടാറുണ്ട്, മരണസാധ്യത കൂടാറുണ്ട്. വലിയ ജനങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പം അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇതെല്ലാം വിശ്വാസത്തിന്റെ പേരിൽ തന്നെയാണ് ചെയ്യുന്നത്. ആന എഴുന്നള്ളിപ്പം വിശ്വാസമാണ്, ദൈവവിശ്വാസവും ഒരു വിശ്വാസമാണ്. അപ്പോൾ ആചാരങ്ങൾ വിശ്വാസമാണ്. അപ്പോൾ ഒന്ന് എൻ്റെ ആചാരം നല്ലത്, നിന്റെ ആചാരം തെറ്റെന്ന് പറയുന്നതിലും കാര്യമില്ല. അല്ലെങ്കിൽ ഈ ആചാരം മാത്രം ഇത് അന്ധവിശ്വാസം എന്ന് പറയുന്നതും ന്യായമല്ല. അങ്ങനെയെങ്കിൽ ദൈവവിശ്വാസവും അന്ധവിശ്വാസമാണെന്ന് പറയാൻ ധൈര്യം കാണിക്കണം. അപ്പോൾ സെലക്റ്റീവായിട്ടുള്ള ഇത്തരം ഒരു കമന്റുകൾ പറയുന്നതിന് പകരം പ്രായോഗികമായിട്ടുള്ള നടപടികളാണ് ഇക്കാര്യങ്ങളിൽ ആവശ്യം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.